ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് അരി അരച്ച് 1/2 മണിക്കൂർ കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരിയാണ്. നല്ലപോലെ ആദ്യം നമുക്കൊന്ന് അരി കഴുകിയെടുക്കാം. അതിൻ്റെ പൊടിയൊക്കെ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ട്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം 1.5 കപ്പ് അരി ഞാൻ എടുത്തു. 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി രാത്രിയിൽ നമ്മളിത് വെള്ളത്തിൽ അരി കുതിർക്കാനായിട്ട് രാത്രി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സാക്കി അടച്ച് വയ്ക്കാം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വെറും 1/2 മണിക്കൂർ കൊണ്ട് നമ്മുടെ അപ്പത്തിനുള്ള മാവ് റെഡിയായി കിട്ടും കേട്ടോ. രാവിലെ അരച്ചാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ രാത്രി ഒന്ന് ചെയ്ത് വെക്കുക, രാവിലെ മാവ് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ അരിയെല്ലാം മിക്സാക്കി ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഈ പരുവത്തിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിലൊട്ടും വെള്ളം നമുക്ക് ബാലൻസ് വരത്തില്ല. അപ്പോൾ ഇത് രാത്രി മുഴുവൻ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ രാവിലെ എടുത്ത് മാവൊന്ന് അടിച്ച് വെക്കാം. നമുക്ക് അരിയെല്ലാം നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയെല്ലാം ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്ക് മാവൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം മാവ് എത്രമാത്രം നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടെന്ന്. നല്ല സോഫ്റ്റ് അപ്പം ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാടിട്ട് ഇളക്കി മറക്കി ഒന്നും ചെയ്യരുത്. മാവ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയം രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പിട്ട വീഡിയോ എങ്ങനെയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഞാനിത് ഇരുമ്പേട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് അപ്പം സാധാരണ അപ്പോൾ എല്ലാവരും എങ്ങനെ ഒഴിക്കുന്ന അതുപോലെ ഒരു തവി മാവ് ഈ അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ ചൂട് കറക്റ്റ് ചൂടിന് വെച്ച് വേണം ചെയ്യാൻ. ഒരുപാട് ചൂടായാലും മാവ് നമ്മൾ ഇങ്ങനെ ചുറ്റി വരും. അപ്പോൾ ഇപ്പോൾ ആ ചട്ടി നല്ല പരുവത്തിന് ചൂടായിട്ടുണ്ട്. മാവ് ഒഴിച്ചു ഒന്ന് ചട്ടി ചുറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ ബബിൾസ് എല്ലാം ഇതാ പൊട്ടി വരുന്ന നല്ല സോഫ്റ്റ് അപ്പം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ അപ്പം ഇവിടെ നോക്കി എന്ത് രസമായിട്ടാണ് വന്നേക്കുന്നതെന്ന്. 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് അരി അരച്ച് അപ്പം തയ്യാറാക്കിയെടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ ഒഴിച്ച് കാണിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് അരി വെള്ളത്തിയിടാം, അല്ലെങ്കിൽ മറന്നു പോയെങ്കിൽ അപ്പോൾ രാത്രി തന്നെ അരി വെള്ളത്തിയിട്ട് വയ്ക്കുക. രാവിലെ അരച്ച് ചെയ്താൽ മതി. അരി ആയതുകൊണ്ട് രാത്രി തന്നെ അരച്ച് വെക്കണം അങ്ങനെ ഇല്ല. ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് അപ്പം തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം മറക്കാതെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല പഞ്ഞു പോലത്തെ അപ്പമല്ലേ തയ്യാറാക്കി എടുത്തത്, കാണാമല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ അപ്പം എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അതുപോലെ തന്നെ ഒരു ഹൈപ്പും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.